വാത്സല്യത്താൽ നമ്മെ പോറ്റിയ നമ്മുടെ മാതാപിതാക്കൾ അവരെ കണ്ണീരിലാക്കി ഇന്നൊളിച്ചോട്ടം പതിവാകുന്നേ. അന്യമതസ്ഥന്റെ കൂടെ നാട് വിട്ട പെണ്ണെ, പൊന്നുമാനെ കണ്ണുനീർ നാശമാണടി പെണ്ണെ. സത്യമതം ഇസ്ലാം വിട്ട് പോയ പെണ്ണെ നീയോർക്ക്, റബ്ബ് ഈ ദുനിയാവിൽ തന്നെ ശിക്ഷ നൽകും നീയോർക്ക്. എത്ര പേരാ അന്യമതസ്ഥന്റെ കൂടെ പോയത്, അവര് ഇന്നീ ദുനിയാവിൽ ഉണ്ടോ എന്നത് സംശയം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സുഹൃത്തുക്കളെ, മുസ്ലിം സമൂഹത്തിലെ പെൺകുട്ടികളിൽ അന്യമതസ്ഥന്റെ കൂടെ പോയി കല്യാണം കഴിച്ച് മതം മാറുകയാണ്. ഇതിന് കാരണം നാളെ പരലോകത്ത് രക്ഷപ്പെടാനുള്ള അറിവ് നൽകാതെ നാം നാളെ തീരാനുള്ള ദുനിയാവിൽ പണം സമ്പാദിക്കാനുള്ള അറിവ് നൽകുകയാണ്. നമുക്ക് കാണാൻ പറ്റും, അതിരാവിലെ ചമഞ്ഞൊരുങ്ങി പർദ്ദ ധരിച്ച് സുബഹി നിസ്കാരം പോലും വഹിക്കാതെ കോളേജിൽ പോകുന്ന പെൺകുട്ടികൾ. അതിൽ ചില പെൺകുട്ടികൾ നമ്മുടെ കണ്ണെത്താ ദൂരം നിന്ന് കഴിഞ്ഞാൽ പർദ്ദ വേഗലിട്ട് കോളേജ് അങ്ങ് കട്ട് ചെയ്ത് ഒരുമാതിരി ബോളിവുഡ് സ്റ്റൈലിൽ ഡ്രസ് ചെയ്ത പെണ്ണ് കാമുകന്റെ കൂടെ ടൗണായി ടൗൺ കറങ്ങി ക്ലാസ് വിടാൻ നേരത്തെ വീട്ടിലെത്തുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇവളുടെ ഈ കളികളൊക്കെ നമ്മൾ വീട്ടുകാർ അറിയുന്നില്ല. ഞാൻ പറഞ്ഞ ഈ സ്ഥലം വേറെ എവിടെയുമല്ല, കേരളത്തിൽ നിന്ന് മംഗലാപുരത്തേക്ക് കോളേജ് പഠിക്കാൻ പോകുന്ന പെൺകുട്ടികളുടെ അവസ്ഥയാണ്. പ്രിയ രക്ഷിതാക്കളെ, നമ്മുടെ കൺവെട്ടത്തുള്ള കോളേജിൽ ചേർത്തുള്ള വിദ്യാഭ്യാസം നമ്മുടെ പെൺമക്കൾക്ക് മതിയാവില്ല. പെൺകുട്ടികൾക്ക് സെൽഫോൺ വാങ്ങിച്ചു കൊടുക്കുന്ന രക്ഷിതാക്കളെ, അവൾ ആരോടുമായി സംസാരിക്കുന്നു, ആരോടുമായി ചാറ്റിംഗ് നടത്തുന്നു എന്ന കാര്യം ദയവ് ചെയ്ത് ഒന്ന് ശ്രദ്ധിക്കണം. പ്രിയ പെങ്ങളെ, നീ ഒന്ന് ചിന്തിക്കൂ. നിന്നെ അന്യമതസ്ഥൻ സ്നേഹിക്കുന്നത് നിനക്ക് ജീവിതം തരാനോ സുഖം തരാനോ അല്ല, മറിച്ച് നിന്നെ മതം മാറ്റി ഇസ്ലാം ദീനിന് കളങ്കം വരുത്താൻ എന്നുള്ള സത്യം നീ മറക്കണം.